Hello dears, welcome back to Silent Learning. Sanjis ആണ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 1 മാർക്കിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും 1 മാർക്ക് ഏരിയ എന്ന് പറയുന്നത് നമുക്ക് ഈസിലി സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. ആ ഒരു 1 മാർക്ക് നഷ്ടപ്പെട്ടാൽ തന്നെ നമ്മുടെ ഗ്രേഡിൽ വളരെ വലിയ ചേഞ്ചസ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇന്ന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് which of the following is the reason for low concentration of oxygen in the blood and tissues of people living at high altitude? അതായത് നമുക്കറിയാം ഹൈ ഓൾട്ടിറ്റ്യൂഡിൽ താമസിക്കുന്ന ആൾക്കാരുടെ ബ്ലഡ് എന്ന് പറയുന്നത് ബ്ലഡിൽ ഓക്സിജന്റെ ലെവൽ കുറവായിരിക്കും. എന്തുകൊണ്ടെങ്കിലും ബ്ലഡിൽ ഓക്സിജന്റെ ലെവൽ കുറയാൻ കാരണം അതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം നമ്മൾ സൊല്യൂഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഓൾറെഡി ഈ ഒരു തിയറി പഠിച്ചിട്ടുണ്ട്. ഹെൻറീസ് ലോന്റെ ഭാഗമായിട്ട് വരുന്ന അപ്ലിക്കേഷൻ ആയിരുന്നു നമ്മളിത് പഠിച്ചത്. അതായത് എത്രത്തോളം ഗ്യാസ് നമ്മുടെ ബ്ലഡിൽ ഡിസോൾവ് ആവുന്നുണ്ടോ എന്നത് എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? പ്രഷറിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. നമ്മൾ നോക്കുമ്പോൾ ഹൈ ഓൾട്ടിറ്റ്യൂഡിൽ പ്രഷർ കൂടുതലായിരിക്കോ കുറവായിരിക്കോ? ഹൈ ഓൾട്ടിറ്റ്യൂഡിൽ പ്രഷർ കുറവായിരിക്കും. പ്രഷർ കുറയുന്ന സമയത്ത് നമ്മുടെ ബ്ലഡിലേക്ക് ഡിസോൾവ് ആവുന്ന ഓക്സിജൻ എന്ന് പറഞ്ഞ ഗ്യാസ് അല്ലേ, ആ ഒരു ഡിസോൾവ് ആവുന്ന ഗ്യാസിന്റെ അളവ് കുറയും. സോ ഓക്സിജൻ ഡിസോൾവ് ആവുന്ന കുറയും. ഓക്കെ, ഇതല്ലേ നമ്മൾ അനോക്സിയ എന്ന് പഠിച്ചിരുന്നത് അല്ലേ? യെസ്. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, for the reaction CHCl3 plus Cl2 gives CCl plus HCl. The rate law is given by R is equal to, എന്താ rate law തന്നിരിക്കുന്നത്? R is equal to K into concentration of CHCl3 into concentration of Cl2 raised to 1/2 എന്നാണ് നമുക്ക് തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇയാളുടെ ഓർഡർ ഓഫ് റിയാക്ഷൻ എത്രയായിരിക്കും? എടാ, നമ്മൾ ഈ CHCl3ന്റെയും Cl2ന്റെയും പവർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഓർഡർ ഓഫ് റിയാക്ഷൻ എത്ര വരും? 1 + 1/2, ദാറ്റ് ഈസ് ഓർഡർ ഇസ് ഈക്വൽ ടു, നമ്മുടെ ടാബിന് എന്തോ ഒരു ഇഷ്യൂ ഉണ്ട്. ഓക്കെ, ഓർഡർ ഇസ് ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടും? 1.5 അല്ലെങ്കിൽ 3/2 എന്ന് നമുക്ക് ആൻസർ കിട്ടും. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണല്ലോ. യെസ്. അടുത്തതായിട്ട്, ഐഡന്റിഫൈ ദ കോൺഫിഗറേഷൻ ഓഫ് ദി ട്രാൻസിഷൻ എലമെന്റ് വിച്ച് ഷോസ് ദി ഹയസ്റ്റ് സ്പിൻ ഓൺലി മാഗ്നറ്റിക് മൊമെന്റ്. എങ്ങനെയാണ് ഹയസ്റ്റ് സ്പിൻ ഓൺലി മാഗ്നറ്റിക് മൊമെന്റ് നമ്മൾ കണ്ടുപിടിക്കുക? അതായത് മാഗ്നറ്റിക് മൊമെന്റ് കണ്ടുപിടിക്കാൻ നമ്മുടെ കയ്യിൽ ഒരു ഇക്വേഷൻ ഉണ്ടായിരുന്നു, √n × n+2. ഓക്കെ, മാഗ്നറ്റിക് മൊമെന്റ് mu is equal to √n × n+2. n എന്ന് പറയുന്നത് എന്തായിരുന്നു? n എന്ന് പറഞ്ഞാൽ അൺപെയർഡ് ഇലക്ട്രോൺസ് ആണ്. ദാറ്റ് ഈസ് അൺപെയർഡ് ഇലക്ട്രോണുകളാണ് നമ്മുടെ ഡി ബ്ലോക്കിൽ, അതായത് ട്രാൻസിഷൻ എലമെന്റ്സിന്റെ മാഗ്നറ്റിക് ബിഹേവിയർ ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് ഇവിടെ ആർക്കാണ് ഏറ്റവും കൂടുതൽ എന്നിന്റെ വാല്യൂ എന്ന് നമ്മൾ നോക്കാം. 3d7 എന്ന് പറയുമ്പോൾ നിങ്ങൾ ഡയറക്ട്ലി 7 ആണ് നമ്മുടെ n എന്ന് എഴുതി വെക്കരുത്. നിങ്ങൾ ഡി ഓർബിറ്റലുകൾ കൺസിഡർ ചെയ്യുക. ഡി ഓർബിറ്റൽ എന്ന് പറയുമ്പോൾ എത്ര ഓർബിറ്റൽ വരും? യെസ്, 5 ഓർബിറ്റൽ ഉണ്ടാകും. അതിൽ ഈ ഇലക്ട്രോൺസിനെ, ദാറ്റ് ഈസ് കുറച്ച് വലുതാക്കി വരക്കാണ്, 2 3 4 5. ഓക്കെ, ഈ ഇലക്ട്രോൺസിനെ നമ്മൾ ആദ്യം ഫില്ല് ചെയ്യുന്നു. എല്ലാത്തിലും ഓരോന്ന് വിധം ഫില്ല് ചെയ്തതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പെയർ ചെയ്യുന്നത്. 7 ഇലക്ട്രോൺസിനെ നമ്മൾ ഫില്ല് ചെയ്തു. അപ്പം നമുക്ക് കിട്ടി ഇവിടെ നമ്മുടെ അൺപെയർഡ് ഇലക്ട്രോൺ അല്ലെങ്കിൽ ലോൺ പെയർ ആയിട്ട് കിടക്കുന്ന ഇലക്ട്രോണിന്റെ എണ്ണം എത്രയാണ്? ദാറ്റ് ഈസ് n is equal to 3 ആണ്. ഇങ്ങനെ ഓരോന്ന് നോക്കുന്ന സമയത്ത് ഡിയിൽ നമുക്ക് ഇവിടെ എത്ര കിട്ടും? 5 കിട്ടും. 8 ആവുന്ന സമയത്ത് നമുക്ക് 2 കിട്ടും. അടുത്തതും 2 കിട്ടും. അപ്പോൾ ഏറ്റവും ഹയസ്റ്റ് സ്പിന്നുള്ളി മാഗ്നറ്റിക് മൊമെന്റ് കിട്ടണമെങ്കിൽ അയാളുടെ അൺപെയർഡ് ഇലക്ട്രോൺ ഹയസ്റ്റ് ആയിരിക്കണം. അപ്പോൾ ഇവിടെ 5 ആണ്. 5 വെച്ചിട്ട് നമ്മൾ mu is equal to 5 × 5 + 2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് is equal to √7 × 5 35 is equal to 5.9 എന്നൊരു വാല്യൂ കിട്ടും. അതിലൂടെ നമുക്ക് മനസ്സിലായി ഹയസ്റ്റ് സ്പിൻ ഉള്ളി മാഗ്നറ്റിക് മൊമെന്റ് കാണിക്കുന്ന കോൺഫിഗറേഷൻ ഏതാണ്? 3d5 ആണ്. ഓക്കെ ആണല്ലോ? 3d5 അല്ലേ? യെസ്. അടുത്തത്, യെസ്, ബയോമോളിക്യൂൾസിൽ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഹൗ മെനി മോണോസാക്രൈഡ് യൂണിറ്റ്സ് ആർ പ്രസന്റ് ഇൻ ദ ഷുഗർ പ്രസന്റ് ഇൻ മിൽക്ക്? ഡയറക്ട്ലി മിൽക്കിലെ ഷുഗർ ഏതാണെന്ന് നമ്മളോട് പറഞ്ഞിട്ടില്ല. അപ്പൊ ആക്ച്വലി ഈ ക്വസ്റ്റ്യനിൽ 2 ക്വസ്റ്റ്യൻ ഉണ്ട്. ദാറ്റ് ഈസ്, ഒന്നാമതായിട്ട് മിൽക്കിൽ പ്രസന്റ് ആയിട്ടുള്ള ഷുഗർ ഏതാണെന്ന് അറിയണം. അതറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇതിന് ആൻസർ എഴുതാൻ പറ്റുള്ളൂ. ദാറ്റ് ഈസ് ലാക്ടോസ് ആണ്. ആരാണ്? ലാക്ടോസ് ആണ്. ഇനി ലാക്ടോസിനെ ഹൈഡ്രോളിസിസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര മോണോസാക്രൈഡ് കിട്ടും? 2 മോണോസാക്രൈഡ് കിട്ടും. അത് ആരൊക്കെയാണെന്നും കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഒന്നാമത്തെ ആള് ഗ്ലൂക്കോസ് ആണ്. അടുത്ത ആൾ ആരായിരിക്കും? ഗാലക്ടോസ് ആണ്. അടുത്തത് ഗാലക്ടോസ് ആണ്. ഓക്കെ, റെഡി?
അങ്ങനെയാണെങ്കിൽ ദാ പിടിച്ചോ അടുത്ത ക്വസ്റ്റ്യൻ. ഐഡന്റിഫൈ ദി ഓർഡർ ഓഫ് ദ റിയാക്ഷൻ ഇഫ് ദ യൂണിറ്റ് ഓഫ് ഇറ്റ്സ് റേറ്റ് കോൺസ്റ്റന്റ് ഇസ് മോൾ ലിറ്റർ ഇൻവേഴ്സ് സെക്കൻഡ് ഇൻവേഴ്സ്. യൂണിറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. ഈ യൂണിറ്റ് തന്നിട്ട് ഈ ഒരു റിയാക്ഷൻ ഏത് ഓർഡർ എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്കറിയാം നമ്മുടെ കയ്യിൽ ഇപ്പോൾ 0 ഓർഡർ, ഫസ്റ്റ് ഓർഡർ, സെക്കൻഡ് ഓർഡർ ഏതും ആയിക്കോട്ടെ, നമുക്ക് യൂണിറ്റ് തന്നിട്ട് ഓർഡർ കണ്ടുപിടിക്കാൻ തന്നു കഴിഞ്ഞാൽ എടാ യൂണിറ്റിനെ നമുക്ക് കോമൺലി ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, n-1 S ഇൻവേഴ്സ്. ഇനി ഇതിൽ 0 കൊടുത്താൽ 0 ഓർഡറിന്റെ യൂണിറ്റ് കിട്ടും, ഇതിൽ 1 കൊടുത്താൽ ഫസ്റ്റ് ഓർഡറിന്റെ യൂണിറ്റ് കിട്ടും, അടുത്ത ഇതിൽ 2 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സെക്കൻഡ് ഓർഡർ കിട്ടും. അപ്പൊ നമുക്ക് ഇതിൽ ആദ്യം 0 കൊടുത്തു നോക്കാം. മോൾ 1 - 0 ലിറ്റർ 0 - 1 S ഇൻവേഴ്സ്. നമുക്ക് എത്രയാണ് കിട്ടുന്നത്? ഇത് 0 ഓർഡർ ആണ്. 0th ഓർഡർ ആവുന്ന സമയത്ത് മോൾ 1 - 0 എന്ന് പറയുന്ന സമയത്ത് 1 ആയിട്ട് മാറും. ലിറ്റർ (-1) സെക്കൻഡ് ഇൻവേഴ്സ്. ഇത് തന്നെയല്ലേടാ ഇവിടെ തന്നത്. ഇനി അടുത്ത ഫസ്റ്റ് ഓർഡർ നമ്മൾ ചെയ്ത് നോക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. നമുക്ക് മനസ്സിലായി ഇത് ഏത് ഓർഡർ ആണ്. ദിസ് ഈസ് 0 ഓർഡർ റിയാക്ഷൻ. ഓക്കെ, ആൻസർ എന്താണ്? 0 ഓർഡർ റിയാക്ഷൻ ആണ്. 0 ഓർഡർ റിയാക്ഷൻ. ഓക്കെ, ക്ലിയർ അല്ലേ? ഇങ്ങനെ ഓരോ ഓർഡറിന്റെ യൂണിറ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾ ഇതൊന്ന് ഓർത്ത് വെച്ചാൽ മതി. ഈ ഒരു ഫോമുല ഓർത്ത് വെക്കുക. ഒന്നുമില്ല, മോളിന്റെ L കഴിഞ്ഞാൽ 1 വരണം. ഇത് കൺഫ്യൂസ്ഡ് ആവുക ഇവിടെയാണ്. 1 - n ആണോ n-1 ആണോ ആദ്യം എന്നുള്ളത്. അപ്പൊ L കഴിഞ്ഞാൽ 1. ഇവിടെ രണ്ടിടത്തും ഒരേപോലെ വന്നു കണ്ടോ? അങ്ങനെ ആലോചിക്കുക. ഓക്കെ, യെസ്. അടുത്ത ക്വസ്റ്റ്യൻ. സിർക്കോണിയം ആൻഡ് ഹാഫ്നിയം ഹാവ് സിമിലർ കെമിക്കൽ പ്രോപ്പർട്ടീസ്. ദിസ് ഇസ് ഡ്യൂ ടു സിർക്കോണിയവും അതേപോലെ തന്നെ ഹാഫ്നിയം, അതായത് 3D-യും 4D സീരീസിലെ 2 പേർക്ക് സിമിലർ ആയിട്ടുള്ള കെമിക്കൽ പ്രോപ്പർട്ടീസ് കാണിക്കുന്നു, സിമിലർ ആയിട്ടുള്ള അറ്റോമിക് റേഡിയെ കാണിക്കുന്നു. ഇതിനൊക്കെ കാരണം എന്തായിരുന്നു? മറ്റൊന്നുമല്ല, ആൻസർ എന്താണ്? ലാന്തനോയിഡ് കോൺട്രാക്ഷൻ ആയിരുന്നു. ലാന്തനോയിഡ് കോൺട്രാക്ഷൻ ആയിരുന്നു. ദാറ്റ് ഈസ് എന്തായിരുന്നു ലാന്തനോയിഡ് കോൺട്രാക്ഷൻ, അതിന്റെ റീസൺ എന്താണ്, അതേപോലെ അതിന്റെ കോൺസിക്വൻസ് എന്താണ് എന്നുള്ളത് പഠിച്ചിരിക്കണം. ഓക്കെ, ലാന്തനോയിഡ് കോൺട്രാക്ഷൻ കാരണം ആറ്റോമിക് നമ്പർ ഇൻക്രീസ് ചെയ്യുമ്പോഴും ലാന്താനം മുതൽ ലുട്ടീഷ്യം വരെ നമ്മുടെ ആറ്റോമിക് സൈസുകൾ ഡിക്രീസ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. ഓക്കെ, ഇതിന് കാരണം F ഇലക്ട്രോണുകളുടെ പുവർ ഷീൽഡിംഗ് എഫക്റ്റ് ആണ്. F ഇലക്ട്രോണുകളുടെ പുവർ ഷീൽഡിംഗ് എഫക്റ്റ് ആണ്. ഇതിന്റെ റിസൾട്ട് ആയിട്ടാണ് ഇങ്ങനെ സിർക്കോണിയം, ഹാഫ്നിയം പോലെയുള്ള എലമെന്റ്സ് ഒക്കെ സെയിം കെമിക്കൽ പ്രോപ്പർട്ടീസ് കാണിക്കുന്നതും അതുകൊണ്ട് തന്നെ ഇവരെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാകുന്ന ഇങ്ങനെയുള്ള കോൺസിക്വൻസസ് ഒക്കെ പഠിച്ചിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ. Give an example of polydentate ligand. Polydentate ligandന് ഒരു എക്സാമ്പിൾ സിമ്പിൾ ആണല്ലോ, നമ്മൾ ഒരുപാട് തവണ പഠിച്ചതാണ്. ഏതാണ്? EDTA ആണ്. ഏതാണ്? EDTA ആണ്. അപ്പൊ നമുക്കറിയാം എത്തിലീൻ ഡൈഅമീൻ ടെട്രാ അസറ്റേറ്റ് എന്ന് പറയുന്ന EDTA ഒരു polydentate ligand ആണ്. ഓക്കെ, അടുത്തത്. Which among the following compounds do not contain an alpha hydrogen? ആൽഫ ഹൈഡ്രജൻ ഇല്ലാത്ത തന്നിരിക്കുന്നതിലെ ഏത് കോമ്പൗണ്ട് ആണ് എന്നാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ ആരെ തന്നിരിക്കുന്നത്? പ്രൊപ്പനോൺ ആണ്. പ്രൊപ്പനോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് കളർ മാറ്റിക്കോട്ടെ. പ്രൊപ്പനോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CH3COCH3 ആണ്. അതായത് ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന 2 പേരും എന്തായിട്ട് ആക്ട് ചെയ്യും? ആൽഫ കാർബണുകളായിട്ട് ആക്ട് ചെയ്യും. അടുത്തത് ആരാ തന്നിരിക്കുന്നത്? CH3 എത്തനാൾ ആണ്. എത്തനാൾ എന്ന് പറയുമ്പോൾ CH3CHO ആണ്. ആൽഡിഹൈഡ് അല്ലേ വരിക. അപ്പൊ ഈ ആൽഡിഹൈഡ് ഫങ്ഷണൽ ഗ്രൂപ്പിന് തൊട്ടടുത്ത് കിടക്കുന്ന കാർബൺ, ഈ കാർബൺ എന്തായിട്ട് ആക്ട് ചെയ്യും? ആൽഫ കാർബൺ ആയിട്ട് ആക്ട് ചെയ്യും. അടുത്ത നമ്മൾ നോക്കുമ്പോൾ എത്തനോൾ ആണ്. എത്തനോളിന്റെ കെമിക്കൽ ഫോർമുല എന്താണ്? CH3CH2OH ആണ്. എത്തനോൾ ആണ്. അപ്പൊ ഇവിടെ ആൽക്കഹോൾ OHന് തൊട്ടടുത്ത് കിടക്കുന്ന ആള് ആൽഫ കാർബൺ ആയിട്ട് ആക്ട് ചെയ്യും. അടുത്തത് ബെൻസാൽഡിഹൈഡ് ആണ്. ബെൻസാൽഡിഹൈഡ് എന്ന് പറഞ്ഞാൽ ബെൻസീന്റെ മേലെ ആര് വരുന്നു? ആൽഡിഹൈഡ് വരുന്നു. അതായത് നമ്മൾ സ്ട്രക്ചർ നോക്കുന്ന സമയത്ത് ഇവിടെ കാർബണിന്റെ മേലെയായിട്ട് ഒരു എച്ചും ഒരു ഡബിൾ ബോണ്ട് ഓയും വരും. ദാറ്റ് ഇസ് ആൽഡിഹൈഡ് വന്നു. അപ്പൊ ഇവിടെ നമ്മൾ ആൽഫ കാർബൺ നോക്കുന്ന സമയത്ത് ഈ ആൽഡിഹൈഡ് ഡയറക്ട്ലി എവിടെ അറ്റാച്ച് ചെയ്തിട്ടുള്ളത്? അരോമാറ്റിക് റിംഗിലെ കാർബണിന്റെ മേലേക്കാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. ഇത് ഓൾറെഡി മറ്റുള്ള കാർബൺ ആറ്റമായിട്ട് ബോണ്ടഡ് ആണ്. അതുകൊണ്ട് തന്നെ ഇയാൾ എന്തായിട്ട് ആക്ട് ചെയ്യില്ല? ആൽഫ കാർബൺ ആയിട്ട് ആക്ട് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ ബെൻസാൽഡിഹൈഡില് നോ ആൽഫ കാർബൺ ആണ്. ആൽഫ കാർബൺ പ്രസന്റ് അല്ല. ഓക്കെ ആണല്ലോ.
യെസ്. അടുത്ത ക്വസ്റ്റ്യൻ, പോളിഹാലജൻ കോമ്പൗണ്ട് ഇസ്. എന്താണ് പോളിഹാലജൻ കോമ്പൗണ്ട്? അതായത് കുറേ നമ്പർ ഓഫ് ഹാലജൻസ് അടങ്ങിയിട്ടുള്ള കോമ്പൗണ്ടുകളെയാണ്, ദാറ്റ് ഇസ് 2 or more ഹാലജൻസ് വരുന്ന സമയത്ത് ആ ഒരു ഓർഗാനിക് കോമ്പൗണ്ടിനെ പോളിഹാലജൻ കോമ്പൗണ്ട് എന്ന് വിളിക്കാം. ഇവിടെ നമ്മൾ ക്ലോറോഫോം നോക്കുന്ന സമയത്ത് കെമിക്കൽ ഫോമുല നോക്കുക, CH3 ആണ്, ദാറ്റ് ഇസ് 3 ക്ലോറിൻ വന്നിട്ടുണ്ട്. അടുത്തതും കൂടെ നമുക്ക് നോക്കാം, ക്ലോറോ ബെൻസീൻ ആണ്. നമുക്കറിയാം ബെൻസീൻ്റെ മേലെ ആര് വരുന്നു, ഒരു ക്ലോറിൻ വരുന്നു. അപ്പോൾ അവിടെ ഒരു ഹാലജൻ വന്നിട്ടുള്ളൂ. ഇവിടെ ഹാലജൻസ് ആരാണെന്നുള്ള അറിയില്ലേ, ദാറ്റ് ഇസ് ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ ഒക്കെയാണ്. അടുത്തത് ക്ലോറോ ഈഥെയിൻ ആണ്. ക്ലോറോ ഈഥെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CH3 CH2 അതിൻ്റെ കൂടെ ഒരു ക്ലോറിൻ അല്ലെ, ക്ലോറോ ഈഥേനാണ്, അപ്പോൾ ക്ലോറിൻ വരും. അടുത്തത് അയഡോ ബെൻസീൻ ആണ്, ദാറ്റ് ഇസ് ബെൻസീൻ്റെ മേലെ ഒരു അയഡിൻ വരുന്നു. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇതിൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ ഹാലജൻ്റെ എണ്ണം ഉള്ളത്? CHCl3 ആണ്, ദാറ്റ് ഇസ് ക്ലോറോഫോം ഒരു പോളി ഹാലജൻ കോമ്പൗണ്ട് ആണ്. ഓക്കെ ആണല്ലോ? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ, മോളിക്കുലാരിറ്റി ഓഫ് ദ റിയാക്ഷൻ ഇസ്. ഒരു റിയാക്ഷൻ തന്നിട്ടുണ്ട്, ഇയാളുടെ മോളിക്കുലാരിറ്റി നോക്കണം. നമ്മൾ നോക്കുന്ന സമയത്ത് ഇത് 2NO, ഇതൊരു O2 ആണ്, ദാറ്റ് ഇസ് 2 മോളിക്യൂൾ ഓഫ് NO, ഒരു മോളിക്യൂൾ ഓഫ് O2 ആണ്, ദാറ്റ് ഇസ് 2 + 1 എത്ര കിട്ടും? നമുക്ക് 3 എന്ന് ആൻസർ കിട്ടും. ഓക്കെ, റെഡി. അടുത്ത ക്വസ്റ്റ്യൻ, ഗിവ് ആൻ എക്സാമ്പിൾ ഓഫ് പ്രൈമറി ബാറ്ററി. പ്രൈമറി ബാറ്ററി, സെക്കൻഡറി ബാറ്ററി, ഫ്യൂൽ സെൽസ് ഒക്കെ പഠിച്ചാണ്. പ്രൈമറി ബാറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ടൈം യൂസ് ചെയ്യുന്നത്, നമുക്ക് റീചാർജ് ചെയ്യാൻ പറ്റില്ല. അതിന് എക്സാമ്പിൾസ് ഏതൊക്കെയായിരുന്നു? മറ്റാരുമല്ല, മെർക്കുറി സെല്ലും നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റും. അതേപോലെ തന്നെ ഡ്രൈ സെല്ലും എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റും. ഓക്കെ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ മോസ്റ്റ് സ്യൂട്ടബിൾ റിയേജന്റ് യൂസ്ഡ് ടു കൺവേർട്ട് ആൽക്കഹോൾ ഇൻടു ക്ലോറോ ആൽക്കെയിൻ. ആൽക്കഹോളിനെ എന്താക്കി മാറ്റുകയാണ്? ക്ലോറോ ആൽക്കെയിൻ ആക്കി മാറ്റുന്ന സമയത്ത് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു റിയേജന്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. തന്നിരിക്കുന്നത് HCl, PCl3, PCl5, SOCl2. നമ്മൾ നോക്കുമ്പോൾ ഏതാണ് വരിക? തയോണിൽ ക്ലോറൈഡ് ആണ്, SOCl2 ആണ്. SOCl2 നമ്മളിവിടെ റിയേജന്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും ഒരു ബെനിഫിറ്റ് ആണ്, ഇവിടെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് ഫോം ചെയ്യാം. SO2 ഫോം ചെയ്യും, അതേപോലെ തന്നെ HCl ഫോം ചെയ്യും. രണ്ടുപേരും വേപ്പേഴ്സ് ആയിട്ടാണ് ഉണ്ടാവുക. അവരെന്ത് ചെയ്യും? വേപ്പേഴ്സ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് പുറത്തേക്ക്, വേപ്പർ ആയതുകൊണ്ട് പെട്ടെന്ന് പുറത്തേക്ക് പോകും. അതുകൊണ്ട് തന്നെ ഇയാളുടെ പ്യൂരിഫിക്കേഷൻ നമുക്ക് ഈസിയർ ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ SOCl2 ഫോം ചെയ്യും, SOCl2 റിയേജന്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഡിസൊല്യൂഷൻ ഓഫ് എ ഗ്യാസ് ഇൻ ലിക്വിഡ് ഇസ് എ പ്രോസസ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് ഡിസൊല്യൂഷൻ ഓഫ് എ ഗ്യാസ് ഇൻ ലിക്വിഡ് ഇസ് എ പ്രോസസ്. എന്ത് പ്രോസസ്സാണ്? നമുക്കറിയാം ഡിസൊല്യൂഷൻ ഓഫ് എ ഗ്യാസ് ഇൻ ലിക്വിഡ് എന്ത് പ്രോസസ്സാണ്? എക്സോതെർമിക് ആണെന്ന് നമുക്ക് ഓൾറെഡി അറിയാം, ഒരു എക്സോതെർമിക് പ്രോസസ്സാണ്. ഇനി നമുക്ക് നോക്കേണ്ടത് ബാക്കിയുള്ള ഓപ്ഷൻസിൽ എന്തൊക്കെയാണ് തന്നത്? വിത്ത് ഇൻക്രീസ് ഇൻ എൻതാൽപ്പി ആണോ, വിത്ത് നോ ചേഞ്ച് ഇൻ എൻതാൽപ്പി ആണോ, വിത്ത് ഡിക്രീസ് ഇൻ എൻതാൽപ്പി ആണോ, ഫോർ വിച്ച് എൻതാൽപ്പി ചേഞ്ച് കനോട്ട് ബി പ്രെഡിക്റ്റഡ്. ഏതാടാ വരിക? എൻതാൽപ്പി ഡിക്രീസ് ആണ് വരിക. ഏത് വരും? എൻതാൽപ്പി ഡിക്രീസ് ആണ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തത്, ഫോർ എ റിയാക്ഷൻ എ പ്ലോട്ട് ബിറ്റ്വീൻ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് R ആൻഡ് ടൈം T ഇസ് ഷോൺ ബിലോ. അതായത് നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ഒരു ഗ്രാഫ് തന്നിട്ടുണ്ട്. ഈ ഗ്രാഫ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് ഇത് ഏത് ഓർഡർ ഓഫ് റിയാക്ഷൻ ആണെന്ന് നമുക്ക് മനസ്സിലാകും. ദാറ്റ് ഈസ് നമ്മൾ ഈ ഗ്രാഫിന്റെ സ്ലോപ്പ് നോക്കി കഴിഞ്ഞാൽ മതി. ഇങ്ങനെ ഈ ഒരു ഗ്രാഫിന്റെ സ്ലോപ്പ് നോക്കുന്ന സമയത്ത് ഇത് എന്ത് സ്ലോപ്പാ? നെഗറ്റീവ് സ്ലോപ്പ് ആണല്ലോ. ഇതാണ് -k സ്ലോപ്പ്. ബിക്കോസ് ഇവിടെ ആരൊക്കെയാ ഉള്ളത്? കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റും ടൈമും നമ്മൾ എടുക്കുന്ന സമയത്ത് നമുക്ക് -k എന്ന് പറയുന്ന സ്ലോപ്പ് കിട്ടണമെങ്കിൽ ഇത് ഏത് റിയാക്ഷനാ? ഇതൊരു 0 ഓർഡർ റിയാക്ഷൻ ആയിരിക്കണം. ഓക്കെ, എല്ലാ ഓർഡർ ഓഫ് റിയാക്ഷൻസും അതിന്റെ ഇക്വേഷൻസും ഗ്രാഫുകളും സ്ലോപ്പുകളും പഠിച്ചിരിക്കണം. ഓക്കെ, അടുത്തത്, ദ ട്രാൻസിഷൻ എലമെന്റ് പ്രസന്റ് ഇൻ ബ്രോൺസ്. ബ്രോൺസിൽ പ്രസന്റ് ആയിട്ടുള്ള ട്രാൻസിഷൻ എലമെന്റ് ഏതാണ്? ഒന്നാമത്തതാണ് കോപ്പർ. ആരാണ്? കോപ്പർ. കോപ്പർ കൂടാതെ ടിന്നും ആരിലുണ്ട്? ബ്രോൺസിലുണ്ട്. അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ട്രാൻസിഷൻ എലമെന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇതില് കോപ്പർ ആണോ ടിന്നാണോ ട്രാൻസിഷൻ എലമെന്റ്? യെസ്, ഓഫ് കോഴ്സ് ആരാണ്? കോപ്പർ ആണ്. സോ ആൻസർ കോപ്പർ ആണ്. ടിന്നും കൂടെ എഴുതി വെക്കരുത്. ഓക്കെ, റെഡി? ട്രാൻസിഷൻ എലമെന്റ് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ഓക്കെ, അല്ലാതെ കോമ്പോസിഷൻ ചോദിച്ചാണെങ്കിൽ നിങ്ങൾക്ക് എന്തെഴുതാം? കോപ്പറും എഴുതാം, ടിന്നും എഴുതാം. അടുത്തതാണ്, ഐഡന്റിഫൈ ദി പ്രോഡക്റ്റ് ഫോംഡ് ബൈ ദി കാറ്റലിറ്റിക് റിഡക്ഷൻ ഓഫ് പ്രൊപ്പനാൽ. കാറ്റലിറ്റിക് റിഡക്ഷൻ ഓഫ് പ്രൊപ്പനാൽ ആണ് ചോദിച്ചിരിക്കുന്നത്. പ്രൊപ്പനാൽ എന്ന് പറഞ്ഞാൽ ആരാടാ?
CH3 CH2 CHO. ഇതാണ് നമ്മുടെ പ്രൊപ്പനാൽ. പ്രൊപ്പനാളിനെ കാറ്റലിറ്റിക് റിഡക്ഷൻ ചെയ്യുന്നു. കാറ്റലിറ്റിക് റിഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റിഡക്ഷൻ എന്ന് പറയുമ്പോൾ ഹൈഡ്രജനെ ആഡ് ചെയ്യുന്നു. ആരുടെ പ്രസൻസിലാ? പലേഡിയം, നിക്കൽ, പ്ലാറ്റിനത്തിന്റെ പ്രസൻസിലാണ് നമ്മൾ പ്രൊപ്പനാളിലേക്ക് എന്തിനെ ആഡ് ചെയ്യുന്നത്? ഹൈഡ്രജനെ ആഡ് ചെയ്യുന്നു. നമുക്കിവിടെ റിസൾട്ട് ആയിട്ട് എന്താണ് കിട്ടുക? ഒരു ആൽക്കഹോൾ കിട്ടും. എത്ര കാർബണുള്ള ആൽക്കഹോളാണ് നമുക്ക് കിട്ടുക? 3 കാർബണുള്ള ആൽക്കഹോളാണ്, ദാറ്റ് ഇസ് പ്രൊപ്പനോളാണ് നമുക്ക് റിസൾട്ട് ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ റിയാക്ഷൻസും 1 മാർക്ക് ആയിട്ട് ചോദിക്കുന്നുണ്ട്. അടുത്തത് സ്വിറ്റ് അയോൺ ഓഫ് ദ അമിനോ ആസിഡ് NH2CH2COOH. ഇയാളുടെ സ്വിറ്റ് അയോൺ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സ്വിറ്റ് അയോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അസിഡിക് പാർട്ട് ആയിട്ടുള്ള COOHൽ നിന്ന് ഒരു ഹൈഡ്രജൻ പുറത്തേക്ക് പോകും. സോ ആ സൈഡിൽ ഒരു മൈനസ് ചാർജ് കിട്ടും. അടുത്തത് NH2 ആണ്. NH2 എന്ന് പറയുമ്പോൾ ബേസിക് പാർട്ടാണ്. ബേസിക് പാർട്ട് ഒരു ഹൈഡ്രജനെ കൂടെ ആക്സെപ്റ്റ് ചെയ്തിട്ട് അയാൾക്കൊരു പോസിറ്റീവ് ചാർജ് കിട്ടും. ഇങ്ങനെ ഈ നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് ചാർജിൽ നിൽക്കുന്ന ഈ ഒരു അയോണിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സ്വിറ്റ് അയോൺ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അടുത്തതാണ് ആൻ ഇലക്ട്രോകെമിക്കൽ സെൽ ക്യാൻ ബിഹേവ് ലൈക്ക് ആൻ ഇലക്ട്രോലിറ്റിക് സെൽ. നമ്മൾ പഠിച്ചിരുന്നു ഒരു ഇലക്ട്രോകെമിക്കൽ സെല്ല് ഇലക്ട്രോലിറ്റിക് സെല്ലായിട്ട് എന്ത് ചെയ്യുന്നു? ബിഹേവ് ചെയ്യുന്നു. ഇത് ഏത് കണ്ടീഷനിലായിരുന്നു? നമ്മൾ എക്സ്റ്റേണലി ഒരു EMF കൊടുക്കുന്ന സമയത്ത്, എക്സ്റ്റേണലി നമ്മൾ സെയിം EMF കൊടുക്കുന്ന സമയത്ത് അവിടെ റിയാക്ഷൻസ് ഒന്നും നടക്കുന്നില്ല. എക്സ്റ്റേണലി കൊടുക്കുന്ന EMF കുറവാണെങ്കിൽ, ദാറ്റ് ഈസ് നമ്മുടെ ഇലക്ട്രോകെമിക്കൽ സെല്ലിലുള്ള EMFനേക്കാൾ കുറവാണ് എക്സ്റ്റേണലി കൊടുക്കുന്നതെങ്കിൽ അവരെന്തായിട്ട് ആക്ട് ചെയ്യും? സെയിം എവിടെയാണോ ഓക്സിഡേഷൻ, എവിടെയാണോ റിഡക്ഷൻ, അതേപോലെ തന്നെ നടക്കും. ദാറ്റ് ഈസ് ആനോഡിൽ ഓക്സിഡേഷനും അതേപോലെ തന്നെ കാഥോഡിൽ റിഡക്ഷനും ഒക്കെ നടക്കും. അതേസമയം നമ്മൾ കൊടുക്കുന്ന EMF അവിടെ ഫോം ചെയ്ത EMFനേക്കാൾ കൂടുതലാണെങ്കിൽ, ദാറ്റ് ഈസ് എക്സ്റ്റേണലി കൊടുക്കുന്ന EMF കൂടുതലാണെങ്കിൽ ആ സെല്ല് എന്തായിട്ട് ആക്ട് ചെയ്യും? ഇലക്ട്രോലിറ്റിക് സെല്ലായിട്ട് ആക്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, എപ്പോഴും ചോദിക്കാറുണ്ട്, പഠിച്ചിരിക്കണം. അടുത്തത് റൈറ്റ് ദ നെയിം ഓഫ് ദ പോയ്സണസ് ഗ്യാസ് ഫോംഡ് വെൻ ക്ലോറോഫോം is oxidized by air in the presence of light. അപ്പൊ ക്ലോറോഫോമിന് എന്ത് ചെയ്യാണ്? ഓക്സിഡൈസ് ചെയ്യാണ്. ക്ലോറോഫോം എന്ന് പറഞ്ഞാൽ CHCl3 ആണ്. ഓക്സിഡൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. ആരുടെ പ്രസൻസിൽ? ലൈറ്റിന്റെ പ്രസൻസിൽ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു പോയ്സണസ് ഗ്യാസ് ഫോം ചെയ്യും. അത് മറ്റാരുമല്ല, COCl2 എന്ന് പറയുന്ന പോയ്സണസ് ഗ്യാസ് ആണ്. കൂടാതെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് HClഉം കൂടെ ഫോം ചെയ്യും. ഓക്കെ, യെസ്, പെന്നിന് എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട്, അതുകൊണ്ടാണ് എഴുതുന്നത് ഒരു ക്ലിയർ ആയിട്ട് വരാത്തത്. ഓക്കെ, HClഉം ഫോം ചെയ്യും. അപ്പൊ ഇവിടെ ഫോം ചെയ്ത പോയ്സണസ് ഗ്യാസിന്റെ പേരെന്താണ്? കാർബോണിൽ ക്ലോറൈഡ് ആണ്. ആരാണ്? കാർബോണിൽ ക്ലോറൈഡ് ആണ്. അപ്പൊ ഏതാണ് പോയ്സണസ് ആയിട്ടുള്ള ഗ്യാസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്? കാർബോണിൽ ക്ലോറൈഡ് എന്ന് എഴുതിയാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും. റിയാക്ഷൻ എഴുതണം നിർബന്ധമില്ല, പക്ഷെ റിയാക്ഷൻ നിങ്ങൾക്ക് ഒന്ന് പഠിച്ചിരിക്കുന്നത് നല്ലതാണ്. ഓക്കെ, യെസ്. അടുത്തത് നെയിം ദ ലിങ്കേജ് ബിറ്റ്വീൻ 2 മോണോസാക്രൈഡ് യൂണിറ്റ്സ് ഇൻ എ ഡൈസാക്രൈഡ്. 2 മോണോസാക്രൈഡുകളെ നമ്മൾ ഒരുമിച്ച് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് അയാളെ എന്ത് വിളിക്കാം? ഒരു ഡൈസാക്രൈഡ് ആണ്. ഈ 2 മോണോസാക്രൈഡുകളെ എങ്ങനെയാണ് നമ്മൾ ഒരുമിച്ച് ചേർക്കുന്നത്? ഏത് ലിങ്കേജ് വഴിയാണ്? അത് മറ്റാരുമല്ല, ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് ആണ്. ഏതാണ്? ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് ആണ്. ഓക്കെ, ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് വഴിയാണ്. അടുത്തത് among the following transition elements which one has completely filled d orbital. കുറച്ച് ട്രാൻസിഷൻ എലമെന്റ്സ് തന്നിരിക്കുന്നുണ്ട്. അതിൽ ആർക്കാണ് കംപ്ലീറ്റ് ആയിട്ട് ഡി ഓർബിറ്റൽ ഫിൽഡ് ആയിട്ടുള്ളത് എന്നാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ ആറ്റോമിക് നമ്പർ വെച്ചിട്ട് ഇയാളെ ഈ തന്നിരിക്കുന്ന ഓരോ ആൾക്കാരെയും നമ്മൾ അനലൈസ് ചെയ്യണം, അല്ലെ? അപ്പൊ ഇങ്ങനെ ഓരോ ആൾക്കാരെ നോക്കുന്ന സമയത്ത് ആദ്യം ആരാ തന്നിരിക്കുന്നത്? നമ്മുടെ സിൽവർ ആണ്. സിൽവറിന്റെ ആറ്റോമിക് നമ്പർ എത്രയാ വരിക? 47 ആണ്. 47 എന്ന് പറയുന്ന സമയത്ത് ക്രിപ്റ്റോൺ കഴിഞ്ഞിട്ടാണ് നമ്മൾ എഴുതുക. 4d10 വരും. 6s ഒരു ഇലക്ട്രോണും വരും. 5s 5s ഒരു ഇലക്ട്രോണും വരും. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ദാറ്റ് ഇസ് കംപ്ലീറ്റ്ലി ഫിൽഡ് ഡി ഓർബിറ്റൽ ഉള്ളത് ആരാണെന്ന് ചോദിച്ചിരിക്കുന്നത്. എന്നാലും നമുക്ക് ബാക്കിയുള്ള കൂടെ നോക്കാം. മോളിബ്ഡനും 42 ആണ് വരിക. 42 എന്ന് പറയുന്ന സമയത്ത് നമുക്കറിയാം, നമ്മൾ കോൺഫിഗറേഷൻ എഴുതി കഴിഞ്ഞാൽ എത്രയാണ് വരിക? 45 ആണ് വരിക. 45ഉം 5s ഒരു ഇലക്ട്രോണും കൂടെ വരും.
ഓക്കെ, അടുത്തത് ടിൻ ആണ്. ടിൻ അല്ല, TI ആണ്. TI എന്ന് പറയുമ്പോൾ ടൈറ്റാനിയം ആണ്. ടിൻ എന്ന് പറയുമ്പോൾ SN ആണ്. ഓക്കെ, ടൈറ്റാനിയം എന്ന് പറയുമ്പോൾ ആറ്റോമിക് നമ്പർ 22 ആണ്. ആറ്റോമിക് നമ്പർ 22 ആകുമ്പോൾ നമുക്കറിയാം ആർഗൺ 3D2 4s2 ആണ് വരിക. അടുത്തത് നിക്കലാണ്. നിക്കലിന്റെ ആറ്റോമിക് നമ്പർ നമുക്കറിയാലോ. യെസ്, നിക്കലിന്റെ നമ്മൾ എഴുതി നോക്കുകയാണെങ്കിൽ ആർഗൺ വരും. ആർഗൺ കഴിഞ്ഞിട്ട് 3D8ഉം 4s2 വരും. ഓക്കെ, യെസ്. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് അനലൈസ് ചെയ്യുന്ന സമയത്ത് ഏതാണ് ആൻസർ വരിക? സിൽവർ ആണ്. സിൽവറിന് കംപ്ലീറ്റ്ലി ഫിൽഡ് ട്രാൻസിഷൻ മെറ്റൽ. ഇങ്ങനെ ഒന്ന് എഴുതി നോക്കേണ്ട ആവശ്യമേ ഇല്ല. ആക്ച്വലി നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. സിൽവർ എന്ന് പറയുന്ന ആളുടെ ഡി ഓർബിറ്റിൽ കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് ഉണ്ടാകും. അതായത് ന്യൂട്രൽ സ്റ്റേറ്റിലാണെങ്കിലും അയോണിക് സ്റ്റേറ്റിലാണെങ്കിലും ഡിയിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് ഉണ്ടാകും. അയോണിക് സ്റ്റേറ്റ് ആകുന്ന സമയത്ത് സിൽവർ ഒരു ഇലക്ട്രോണേ കൊടുക്കൂ. സോ എസിൽ നിന്ന് ഒരു ഇലക്ട്രോൺ പോകും. അപ്പോൾ ഡി ബ്ലോക്കിലെ എലമെന്റ് ആയിട്ടും ട്രാൻസിഷൻ മെറ്റൽ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാത്ത ഒരാളാണ് സിൽവർ. ഓക്കെ, അടുത്ത റിയാക്ഷൻ CH3CH2Br പ്ലസ് NaI അസറ്റോണിന്റെ പ്രസൻസിൽ റിയാക്ട് ചെയ്ത സമയത്ത് CH3CH2I. അതായത് ഈ ബ്രോമിന് പകരം ആര് വന്നിട്ട് റീപ്ലേസ്ഡ് ആയി? അയഡിൻ വന്നിട്ട് റീപ്ലേസ്ഡ് ആയി. ഈ റിയാക്ഷന്റെ പേരെന്തായിരുന്നു? ഇങ്ങനെ അസറ്റോണിന്റെ പ്രസൻസിൽ ബ്രോമോ ഇതേനെ നമ്മൾ സോഡിയം അയഡൈഡുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് നമ്മൾ ഹാലജനെ മാറ്റുന്ന ഈ ഒരു റിയാക്ഷൻ പഠിച്ചിട്ടുണ്ടല്ലോ. ഏതായിരുന്നു? ഫിംഗൽസ്റ്റീൻ റിയാക്ഷൻ ആണ്. ഏതാണ്? ഫിംഗൽസ്റ്റീൻ റിയാക്ഷൻ ആണ്. ഫിംഗൽസ്റ്റീൻ റിയാക്ഷൻ ആയിരുന്നു. ഓക്കെ, റെഡി? അടുത്ത ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദി പ്രോഡക്റ്റ് X ഇൻ ദ കെമിക്കൽ റിയാക്ഷൻ ഗിവൺ ബിലോ. നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമുക്കിവിടെ ആരെയാ തന്നിരിക്കുന്നത്? ഒരു റിയാക്റ്റന്റിനെ തന്നിട്ടുണ്ട്. ബെൻസീന്റെ മേലെ C+OCl വന്നു കഴിഞ്ഞാൽ നമ്മൾ അയാളെ എന്ത് വിളിക്കും? ബെൻസോയിൽ ക്ലോറൈഡ് എന്ന് വിളിക്കും. ബെൻസോയിൽ ക്ലോറൈഡ് എന്ന് വിളിക്കും. ബെൻസോയിൽ ക്ലോറൈഡിനെ നമ്മൾ കാറ്റലിറ്റിക് ഹൈഡ്രോജനേഷൻ അല്ലെങ്കിൽ കാറ്റലിറ്റിക് റിഡക്ഷൻ ചെയ്യുന്നു. ആരുടെ പ്രസൻസിൽ? പലേഡിയം അതേപോലെ തന്നെ ബേരിയം സൾഫേറ്റിന്റെ പ്രസൻസിൽ. ഇങ്ങനെ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബെൻസീൻ അതുപോലെ ഇവിടെ ഉണ്ടാകും. ബെൻസീന് ഒരു മാറ്റവുമില്ല. പക്ഷെ ഈ കാർബണിന്റെ മേലെ ഒരു ഓക്സിജനും ഉണ്ട്. ക്ലോറിന് പകരം ആര് വന്നിരിക്കും? ഒരു ഹൈഡ്രജൻ വന്നിരിക്കും. ഇയാളുടെ പേരെന്താണ്? ബെൻസാൾഡിഹൈഡ് ആണ്. ഇയാളുടെ പേരെന്താണ്? ബെൻസാൾഡിഹൈഡ് ആണ്. അതായത് ഇങ്ങനെ ബെൻസോയിൽ ക്ലോറൈഡിനെ ബെൻസാൾഡിഹൈഡ് ആക്കി മാറ്റുന്നു. കാറ്റലിറ്റിക് ഹൈഡ്രോജനേഷൻ ഓഫ് ആൻ ആസിഡ് ക്ലോറൈഡ്. ഇതിന്റെ പേരെന്തായിരുന്നു? ഈ റിയാക്ഷന്റെ പേരെന്താണ് എന്നുള്ളത് നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. നിർബന്ധമാണ്, നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഓക്കെ, സോ ആർക്കൊക്കെ ഇതിന്റെ ആൻസർ അറിയാമെന്ന് മിസ് നോക്കട്ടെ. മിസ്സും കമന്റിൽ ആൻസർ റിപ്ലൈ ചെയ്യുന്നതാണ്. അപ്പൊ ഇതുപോലെയുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 1 മാർക്ക് ക്വസ്റ്റ്യൻസും 2 മാർക്ക് ക്വസ്റ്റ്യൻസും 3 മാർക്ക് ക്വസ്റ്റ്യൻസും 4 മാർക്ക് ക്വസ്റ്റ്യൻസും ഒക്കെ നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ലൈവിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ലൈവ് 3 മണിക്കാണ് ലൈവ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ലൈവിൽ എന്ത് ചെയ്യുക? ജോയിൻ ചെയ്യുക. ലൈവ് ജോയിൻ ചെയ്യാത്തവരെ പിന്നീടാണെങ്കിൽ കണ്ട് എക്സാമിന് പോവുക. എക്സാമിന് പോകുന്നതിന് മുന്നേ നമ്മുടെ ലൈവ് ക്ലാസ് കണ്ട് എല്ലാ ക്വസ്റ്റ്യൻസും പഠിച്ചു എന്നുള്ളത് ഉറപ്പുവരുത്തുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.